നമസ്കാരം. സംഗീത കേരളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വർക്കലയിലെ ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇന്ത്യയിലെ പ്രധാന വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ബ്രഹ്മാവിന്റെ ശാപമോക്ഷത്തിനായി നാരദമുനി ഭൂമിയിൽ തപസ്സു ചെയ്ത സ്ഥലമാണ് ഈ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം. നാരദമുനിയുടെ ശാപമോക്ഷം ഒരിക്കൽ ബ്രഹ്മാവ് തന്റെ സദസ്സിലിരിക്കുമ്പോൾ ഭഗവാൻ വിഷ്ണുവിന്റെ സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ട് നാരദമുനി അവിടേക്ക് കടന്നു വന്നു. സംഗീതത്തിൽ ലയിച്ചിരുന്ന ബ്രഹ്മാവ് തന്റെ പുത്രനായ നാരദനെ തിരിച്ചറിയാതെ ആദരവോടെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണു. കോപിഷ്ഠനായ ബ്രഹ്മാവ് ദേവന്മാരെ ശപിക്കുകയും അവർ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുകയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും ചെയ്യുമെന്ന് വിധിക്കുകയും ചെയ്തു. ശാപമോക്ഷത്തിനായി നാരദമുനി ദേവന്മാരോട് ഭൂമിയിൽ പോയി തപസ് ചെയ്യാൻ നിർദ്ദേശിച്ചു. ഇതിനായി നാരദൻ തന്റെ കൈവശമുണ്ടായിരുന്ന മരവുരി ആകാശത്തേക്ക് എറിഞ്ഞു. അത് താഴെ വീണ സ്ഥലത്ത് അവർ ഭഗവാൻ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച് തപസ്സു ചെയ്തുവെന്നും പിന്നീട് ആ സ്ഥലം വൽക്കലം എന്ന വാക്കിൽ നിന്നാണ് വർക്കല എന്ന് ലോപിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഡച്ച് കപ്പലിലെ മണിക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ പറയപ്പെടുന്ന മറ്റൊരു കഥയാണ് ഡച്ച് മണിയുടേത്. ഒരു ഡച്ച് കപ്പൽ ക്ഷേത്രത്തിന് സമീപത്തുകൂടി കടന്നുപോയപ്പോൾ മുന്നോട്ട് നീങ്ങാനാകാതെ കടലിൽ നിശ്ചലമായി. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്നുമുള്ള മണിനാദം കേൾക്കുകയും കപ്പലിന്റെ ക്യാപ്റ്റൻ കപ്പൽ സുരക്ഷിതമായി മുന്നോട്ട് നീങ്ങിയാൽ തന്റെ കപ്പലിലെ മണി ക്ഷേത്രത്തിന് നൽകാമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് കാറ്റ് വീശുകയും കപ്പൽ സുരക്ഷിതമായി അടുത്ത തുറമുഖത്തെത്തുകയും ചെയ്തു. പിന്നീട് ക്യാപ്റ്റൻ തിരിച്ചെത്തി തന്റെ വാക്ക് പാലിച്ചതായാണ് ചരിത്രം.